الرجيم بسم الله الرحمن الرحيم وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أنى يكون له الملك علينا ونحن أحق بالملك منه ولم يؤت سعة من المال قال إن الله اصطفاه عليكم وزاده بسطة في العلم والجسم والله يؤتي ملكه من يشاء വല്ലാഹു വാസിഉൻ അലീം. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ യഥാവിധി പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗുണകാംക്ഷപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്തമരായ ദാസന്മാരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞുപോയ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, നാവുമായി ബന്ധപ്പെട്ട കുടുംബമിത്രാദികൾ, സുഹൃത്തുക്കൾ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും ജന്നാത്തുൽ ഫിർദൗസും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ പണ്ഡിതൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ബിദായ വന്നിഹായ എന്ന ഗ്രന്ഥത്തിൽ വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന ഉമവി ഭരണാധികാരിയുടെ ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണം അല്ലെങ്കിൽ ഒരു നിരീക്ഷണം അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അദ്ദേഹം പറയുന്നത്, വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന് നഗര നിർമ്മാണത്തിലായിരുന്നു താല്പര്യം. അദ്ദേഹം അതിനുവേണ്ടിയായിരുന്നു തൻ്റെ ഭരണകാലം വിനിയോഗിച്ചിരുന്നത്. അതുകൊണ്ട് അക്കാലത്ത് ജനങ്ങൾ പരസ്പരം, ആളുകൾ തമ്മിൽ കാണുന്ന സന്ദർഭത്തിൽ അവർ ചോദിച്ചിരുന്നത്, മാതാ ബനൈത വ മാതാ അമർത്ത, താങ്കൾ എന്താണ് പുതുതായി നിർമ്മിച്ചത്? പുതിയ വല്ല സൗധവും താങ്കൾ കെട്ടിയുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു ആളുകൾ തമ്മിൽ പരസ്പരം കാണുമ്പോഴുള്ള ചോദ്യം. ശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരൻ സുലൈമാൻ ബിൻ അബ്ദുൽ മലിക് ഭരണമേറ്റെടുത്തു. അദ്ദേഹത്തിനാവട്ടെ താല്പര്യം സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങൾ ആ അർത്ഥത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു പരസ്പരം ചോദിച്ചിരുന്നത് പരസ്പരം കാണുന്ന സന്ദർഭത്തിൽ. കം തസവ്വജ്ത, താങ്കൾ എത്ര വിവാഹം കഴിച്ചു? മാതാ ഇന്ദക മിന സറാരി, താങ്കൾക്ക് എത്ര വെപ്പാട്ടികളുണ്ട്? ഇങ്ങനെയായിരുന്നു ആളുകളുടെ തമ്മിലുള്ള ചോദ്യങ്ങൾ. പിന്നീട് ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഭരണമേറ്റെടുത്തു. അദ്ദേഹത്തിന്റെ താല്പര്യം വിശുദ്ധ ഖുർആൻ പാരായണത്തിലും ആരാധനകളിലും മറ്റുമായിരുന്നു. ആ അർത്ഥത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പ്രജകളും വളർന്ന് വലുതായി. അവർ പരസ്പരം കാണുമ്പോൾ ചോദിക്കാറുണ്ടായിരുന്നു, കം വിർദുക വകം തഖറഉ കുല്ല യൗം, നീ എത്ര തവണ ഖുർആൻ മുഴുവനായി പാരായണം ചെയ്തു? ഓരോ ദിവസവും എത്രയാണ് ഖുർആൻ പാരായണം ചെയ്യാറുള്ളത്? കം സല്ലൈതൽ ബാരിഹ, ഇന്നലെ രാത്രി നിങ്ങൾ എത്രയാണ് നമസ്കരിച്ചത് എന്നുള്ളൊക്കെയായിരുന്നു ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കാലഘട്ടത്തിലുള്ള ആളുകൾ പരസ്പരം കാണുമ്പോൾ ചോദിച്ചിരുന്നത്. ഈ മൂന്ന് ഖലീഫമാരുടെ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകളെ നിരീക്ഷിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ നിരീക്ഷണം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അന്നാസു അലാ ദീനി മലീകിഹിം, ജനങ്ങൾ അവരുടെ രാജാക്കന്മാരുടെ ദീനിലാണ്, രാജാക്കന്മാരുടെ താല്പര്യങ്ങളിലാണ് ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആഗോള തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഫുട്ബോൾ മാമാങ്കത്തെക്കുറിച്ചാണ്.
ആളുകൾ ചർച്ച ചെയ്യുന്നത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ മാമാങ്കം ഫുട്ബോൾ ആയതുകൊണ്ട് തന്നെ നാം ജീവിക്കുന്ന പരിസരങ്ങളിലൊക്കെയും വൻകരകൾ അതിരുകൾ ഇടുന്ന കളിമുറ്റങ്ങളിൽ പന്തുകൾ മൈതാനത്തിങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിന്റെ കണ്ണും അവരുടെ കാതും ചിന്തയുമെല്ലാം ആ ബോളിനും ആ പ്ലെയറിനും പുറകിലാണ്. യഥാർത്ഥത്തിൽ ആരാണ് ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ആളുകളുടെ സൂപ്പർ സ്റ്റാറുകളായി ആരെയാണോ കണക്കാക്കുന്നത് അവരാണ് ജനങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. റൊണാൾഡോയും മെസ്സിയും നെയ്മറും ഒക്കെ ആളുകളുടെ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ആളുകളുടെ പ്രധാന ചിന്താ വിഷയം ഇന്ന് കളിമൈതാനങ്ങളിലാണ്. അതാണ് ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, അന്നാസു അലാ ദീനി മലീകിഹിം, ജനങ്ങൾ അവരുടെ രാജാക്കന്മാരുടെ ദീനിലാണ്. അവരുടെ സൂപ്പർ സ്റ്റാറുകൾ ആരാണോ അവരുടെ ആ മേഖലയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ രീതിയിലൂടെ നടക്കാനാണ് ജനങ്ങൾ ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്നൊരു പക്ഷേ ഏറ്റവും കൂടുതൽ ജനങ്ങളെ മതജാതി ഭേദമന്യേ ഒരുമിച്ചിരുത്താൻ കഴിയുന്ന ഒരു സദസ്സുണ്ട് എങ്കിൽ നിസ്സംശയം പറയാം, അത് യഥാർത്ഥത്തിൽ കായിക വിനോദ മേഖലകളാണ്. ജനങ്ങൾക്ക് മേൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു മേഖലയാണ് കലാകായിക വിനോദം. വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് നാം സംസാരിക്കുമ്പോൾ, വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ദർശനമാണ് എന്ന് നമ്മൾ പറയും. പക്ഷേ ജനങ്ങൾ എവിടെയാണ് സംഗമിക്കുന്നത്, എവിടെയാണ് ഒരുമിച്ച് കൂടുന്നത്, അവിടെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കുന്നതിൽ മുസ്ലിം ഉമ്മത്ത് അമ്പേ പരാജയവുമാണ്. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധന ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു വിശദീകരിക്കുമ്പോൾ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖളാ 10 സനവാതിൻ യത്തബിഉ الناس ഫീ മവാസിമി മിജന്നത വഉകാല യുബല്ലിഗു റിസാലത റബ്ബിഹി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലെ 10 വർഷങ്ങൾ, ആ 10 വർഷങ്ങൾ അന്ന് അറേബ്യയിൽ അറിയപ്പെടുന്ന ഏതെല്ലാം അങ്ങാടികളുണ്ടോ, ഏതെല്ലാം മനുഷ്യരുടെ വിനോദ മേഖലകളുണ്ടോ, അവിടെയെല്ലാം അവിടെ ചെന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കുകയായിരുന്നു. ദുൽ മജാസ് എന്ന് പറയപ്പെട്ട, ദുൽ മജാസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സൂക്ക്, അറേബ്യയിലെ മാർക്കറ്റ് ഏകദേശം മക്കയിൽ നിന്ന് 21 കിലോമീറ്ററോളം അകലെയാണ്. വാഹന സൗകര്യങ്ങളില്ലാത്ത, എത്തിപ്പെടാൻ ഒരുപക്ഷെ മണിക്കൂറുകൾ എടുക്കുന്ന ഒരു പ്രദേശത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഹജ്ജിന്റെ വേളയിൽ അവിടെയെല്ലാം ചെന്ന് ദുൽമിജാസിലെ മാർക്കറ്റുകളിൽ ചെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തിയിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അങ്ങാടികൾക്ക്, പ്രത്യേകിച്ച് ദുൽമിജാസ്, ഉക്കാല്, മിജന്ന പോലെയുള്ള അറേബ്യൻ മാർക്കറ്റുകൾക്ക് ഒരു സവിശേഷതയുണ്ട്. സമൂഹത്തിലെ എല്ലാ നിലയ്ക്കുമുള്ള, എല്ലാക്കിടയിലുമുള്ള ജനങ്ങളെ നമുക്ക് കാണണമെങ്കിൽ സൂക്ക് ഉക്കാദിലേക്ക് ചെന്നാൽ മതി, സൂക്ക് മിജന്നയിലേക്ക് ചെന്നാൽ മതി, സൂക്ക് ദുൽ മജാസിലേക്ക് ചെന്നാൽ മതി. എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും നമുക്കവിടെ കാണാൻ കഴിയും. ദരിദ്രനും ധനികനും ഉണ്ടാകും, അടിമയും ഉടമയും ഉണ്ടാകും, സ്ത്രീയും പുരുഷനും ഉണ്ടാകും. ഒരുപക്ഷെ അക്കാലത്തെ അങ്ങാടികളിൽ ജൂതന്മാരും ക്രൈസ്തവരും അറബികളും എല്ലാം ഒന്നിച്ചു കൂടുന്ന ഒരേ ഒരു ഇടം മക്കയിലെ ഈ 3 മാർക്കറ്റുകളാണ് എന്ന് ഇസ്ലാമിക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വെച്ചാണ് തന്റെ പ്രബോധനത്തിന്റെ വിത്ത് അവിടുന്ന് പാകിയെടുക്കുന്നത്. അവിടെ വെച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഔസ് ഖസ്റജ് ഗോത്രങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ ലഭിക്കുന്നത്. അവിടെ വെച്ചാണ് ഇസ്ലാമിന്റെ പടത്തലവൻ അബൂദറുൽ ഗിഫാരി, ഗിഫാർ ഗോത്രക്കാരനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആല ഇസ്ലാമിനെ കുറിച്ച് അറിയുന്നത്. ഫുട്ബോൾ മാമാങ്കങ്ങൾ പോലെ മാമാങ്കങ്ങൾ നടമാടിയിരുന്ന സൂഖ് ദുൽ മിജാസിൽ വെച്ചായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ഇസ്ലാമിക ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മാത്രമല്ല, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു തആലയോടൊപ്പം ഗിഫാർ ഗോത്രത്തിലെ ഒരു പിടി ആളുകൾ പ്രവാചകന്റെ ഇസ്ലാമിക പ്രബോധനത്തിൽ ആകൃഷ്ടരായിക്കൊണ്ട് റസൂലിന്റെ കൈപിടിച്ച് ഇസ്ലാമിന്റെ ശീതളവിയിലേക്ക് കടന്നു വന്ന ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചത് അങ്ങാടികളിൽ വെച്ചായിരുന്നു.
ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചത്, അതിന്റെ തുടക്കങ്ങൾ അങ്ങാടികളിലൂടെയായിരുന്നു. ഇസ്ലാമിക പ്രബോധനം നടക്കേണ്ടത്, തുടങ്ങേണ്ടത് അങ്ങാടികളിലും മാർക്കറ്റുകളിലും വെച്ചാണ് എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. സാധാരണക്കാരായ ആളുകളിലൂടെ ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്ലാമിന്റെ സന്ദേശം പടർന്ന് പന്തലിച്ചു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സ്വാഭാവികമായ വളർച്ച ഉണ്ടാകുന്നത്. ഇസ്ലാമിന്റെ സവിശേഷതയെക്കുറിച്ച് ജനങ്ങൾ പച്ചയായി മനസ്സിലാക്കുന്നത് ആളുകളെല്ലാം ഒരുമിച്ച് കൂടി നിൽക്കുന്ന ഇടത്തു നിന്നാണ്. ജനങ്ങളോട് ഓരം ചേർന്ന് നിൽക്കുവാൻ യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന് സാധിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ആരാധനാലയങ്ങളുടെ മൂലകളിൽ നിന്നുകൊണ്ട്, അവിടെ ചടഞ്ഞിരുന്നുകൊണ്ട് ഇസ്ലാമിനെ വളർത്താം എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ട് എങ്കിൽ അത് ചരിത്ര വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ നിന്ന് പള്ളിമൂലയിൽ അടങ്ങിയിരുന്നു കൊണ്ട് യഥാർത്ഥത്തിൽ പ്രബോധനം നിർവഹിച്ച ഒരു പ്രവാചകനെ നമുക്ക് യഥാർത്ഥത്തിൽ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുന്ന് ആദ്യമായി മദീനയിൽ പള്ളി ഉണ്ടാക്കുമ്പോൾ ആ പള്ളിക്ക് കവാടങ്ങൾ ഉണ്ടായിരുന്നില്ല, ആ പള്ളിക്ക് കമ്മിറ്റിക്കാരുണ്ടായിരുന്നില്ല, ആ പള്ളിക്ക് വലിയ കമാനങ്ങളും ഗേറ്റുകളും ഉണ്ടായിരുന്നില്ല. സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നിയന്ത്രിക്കുന്ന മസ്ജിദിന്റെ കവാടങ്ങൾ, മസ്ജിദിന് അങ്ങനെ ഒരു കവാടം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങാടികളിലേക്ക് തുറന്നിടുന്ന വിധത്തിലായിരുന്നു സാക്ഷാൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ച ഒന്നാമത്തെ പള്ളി. കാരണം അങ്ങാടികളോട് ചേർന്ന് നിൽക്കേണ്ടതാണ് പള്ളികൾ എന്ന് റസൂലിന് നിശ്ചയമുണ്ടായിരുന്നു. പള്ളിയിൽ വന്ന് നിർവഹിക്കാൻ കഴിയുന്ന ആരാധനകൾ ഭൂമിയിൽ എവിടെ വെച്ചും നിർവഹിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കപ്പെടുന്നത് പള്ളികളിലല്ല. യഥാർത്ഥത്തിൽ ഇസ്ലാമിക പ്രബോധനം പള്ളികളിൽ മാത്രമല്ല നടക്കേണ്ടുന്നത്, പള്ളിയുടെ വെളിയിൽ കൂടെയാണ് എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിശ്ചയത്തിൽ നിന്നും അവിടുത്തെ ചരിത്രത്തിൽ നിന്നുമാണ്. നമ്മുടെ തെരുവുകൾ, നമ്മുടെ സമൂഹം എന്ന് വിളിക്കുന്ന ഏതെല്ലാം മേഖലകളുണ്ടോ, കായിക വിനോദ മേഖലകൾ, ഈ മേഖലകളിലെല്ലാം ഇസ്ലാമിന്റെ പ്രബോധനം, ഇസ്ലാമിന്റെ സന്ദേശം കടന്നു ചെല്ലേണ്ടതുണ്ട്. ഈ ഉമ്മത്തിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന ഒരു പ്രയോഗം കാണാം. ഉഖ്രിജത് ലിന്നാസ് കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമൂഹമാണ് എന്ന് വിശുദ്ധ ഖുർആൻ മുസ്ലിം ഉമ്മത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ജനങ്ങൾ എവിടെയാണോ അവിടെയാണ് ഇസ്ലാമിന്റെ സന്ദേശം മുസ്ലിം ഉമ്മത്ത് എത്തിക്കേണ്ടുന്നത്. ജനങ്ങൾ പള്ളിയിലാണെങ്കിൽ അവിടെ, ജനങ്ങൾ തെരുവിലാണെങ്കിൽ അവിടെ, ജനങ്ങൾ ഒരു മാമാങ്കത്തിന്റെ കലാവേദിയിലാണെങ്കിൽ അവിടെ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മുസ്ലിം ഉമ്മത്തിന് ബാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിത്തിരിച്ചത് ദുൽമജാസിലേക്കും മിജന്നയിലേക്കും സൂഖ് ഉഖാദിലേക്കുമാണ് എന്ന് കാണാൻ കഴിയും. സഹാബത്തിന്റെ ചരിത്രം നമ്മളൊന്നെടുത്ത് പരിശോധിച്ചു നോക്കൂ. ഇസ്ലാം കടന്നു വന്ന വേളയിൽ അറേബ്യയിൽ നിലനിന്നിരുന്ന ഏതെല്ലാം കായിക ഇനങ്ങൾ ഉണ്ടായിരുന്നോ ആ കായിക ഇനങ്ങളിലെല്ലാം സഹാബെ കിറാം അങ്ങേയറ്റം വിജയം നേടിയിരുന്നു എന്ന ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല അൻഹു, മദീനയിലെ അറിയപ്പെടുന്ന പണ്ഡിതൻ. സലമത്ത് ബിൻ അഖ്വയെ കുറിച്ച് ചരിത്രം പറയുന്നത് മദീനയിലെ മുഫ്തിയായിരുന്ന, ഇസ്ലാമിക വിഷയങ്ങളിൽ വളരെ കൃത്യമായി സമൂഹത്തിന് മസ്അല പറഞ്ഞു കൊടുത്തിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രേഷ്ഠനായ സഹാബി വര്യൻ സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല അൻഹു. സഹാബാക്കൾക്കിടയിലെ ഓട്ടക്കാരൻ എന്നാണ് മഹാനായ സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല അറിയപ്പെടുന്നത്. അങ്ങേയറ്റം വേഗതയിലോടുന്ന ഒരു സഹാബി. അദ്ദേഹം മുയലുകളെയും അതുപോലെ മാൻപേടകളുടെയും പിന്നാലെ ഓടി കൈകൾ കൊണ്ട് അവയെ വേട്ടയാടി പിടിക്കാറുണ്ടായിരുന്നു. സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല അൻഹു എന്ന് ഒരു സഹാബിയുടെ ചരിത്രമാണ് പറയുന്നത്. ആ സഹാബിയെ സഹാബാക്കളുടെ കൂട്ടത്തിൽ അറിയുന്നത് സലമത്ത് ബിൻ അഖ്വ സബ്ബാഖ്, ഓട്ടക്കാരനായ സലമത്ത് ബിൻ അഖ്വ എന്നാണ്. കുതിരകളെ വെല്ലുന്ന വേഗത്തിൽ അദ്ദേഹം ഓടുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വരുന്നു. എന്നിട്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ മനുഷ്യൻ വന്നിട്ട് പ്രവാചക സദസ്സിൽ വന്ന് ഓട്ട മത്സരത്തിന് വെല്ലുവിളിക്കുന്ന ഒരു ചരിത്ര സന്ദർഭമുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മയ്യുസാബിഖുഹു, ആരാണ് ഇദ്ദേഹത്തോട് മത്സരിക്കാനുള്ളത്? ഇദ്ദേഹത്തോട് ഓട്ട മത്സരം നടത്താൻ അയാൾ വെല്ലുവിളിച്ചിരിക്കുന്നു, ആരാണ് നിങ്ങളിൽ ഓടാൻ തയ്യാറുള്ളത്? സലമത്ത് ബിൻ അഖ്വ റളിയല്ലാഹു തആല ആ സദസ്സിൽ അദ്ദേഹം പമ്മിയിരിപ്പുണ്ട്. അദ്ദേഹം മൗനം പാലിച്ചു. നാണം കാരണത്താൽ അദ്ദേഹം മിണ്ടിയില്ല. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു,
പ്രവാചകരെ, താങ്കൾ അനുവാദം തന്നാൽ ഞാൻ ഇദ്ദേഹവുമായി ഓട്ട മത്സരത്തിന് തയ്യാറാണ്. അദ്ദേഹം കുതിരപ്പുറത്ത് ഓടട്ടെ, ഞാൻ കാൽനടയായി ഓടിക്കൊള്ളാം. ഓവർ കോൺഫിഡൻസ് കൊണ്ട് സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് അനുവാദം ചോദിക്കുകയാണ്. ഒട്ടകത്തിന്റെ കുതിരയുടെ പുറത്ത് ആ മനുഷ്യനും ഓടി, കാലുകൊണ്ട് ഓടി. മഹാനായ സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തന്റെ ഇടയിൽ മത്സരം തുടങ്ങി. ആ മത്സരം തുടങ്ങുകയും ആ ഭാഗത്ത് പൊടി ഇങ്ങനെ ഉയർന്നു വരികയും ചെയ്തു. പൊടി അവസാനിക്കുന്ന സന്ദർഭത്തിൽ സഹാബെ കിറാമുകൾ കാണുന്ന കാഴ്ച, സലമത്ത് ബിനുൽ അക്വ റളിയല്ലാഹു തആല അൻഹു ആ കുതിരപ്പുറത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനെ ബഹുദൂരം പിന്നിലാക്കി ആ മനുഷ്യനെ പരാജയപ്പെടുത്തി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രമെന്ന് സഹാബാക്കളുടെ ചരിത്രത്തിൽ വളരെ മാസ്മരികനായ ഒരു മനുഷ്യൻ, ഒരു സഹാബിയെ കുറിച്ച് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അങ്ങാടിയിലേക്ക് വന്നു. അവിടെ ഏതാനും യുവാക്കൾ പരസ്പരം അമ്പെയ്ത്ത് മത്സരം നടത്തുന്നുണ്ട്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇർമൂ ബനി ഇസ്മാഈല ഫഇന്ന അബാകും കാന റാമിയ. ഇർമൂ ബനി ഇസ്മാഈല ഫഇന്ന അബാകും കാന റാമിയ. നിങ്ങൾ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്, നിങ്ങൾ അമ്പെയ്ത് കൊള്ളുക. ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്മായിൽ പ്രവാചകൻ നല്ല അമ്പെയ്ത്തുകാരനായിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ രണ്ട് വിഭാഗത്തിൽ ഞാൻ ഇന്ന ടീമിന്റെ കൂടെയാണ് എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ടീമിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ രണ്ടാമത്തെ ടീം പറഞ്ഞു, എങ്കിൽ ഞങ്ങൾ അമ്പെയ്യുന്നില്ല റസൂലെ, താങ്കൾ ആ വിഭാഗത്തിന്റെ കൂടെയാണല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർമു അന മഅകും കുല്ലികും, ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയാണ്, ഞാൻ ഒരു വിഭാഗത്തെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എല്ലാ ടീമിന്റെയും കൂടി നിന്ന് റസൂൽ ആ കളി വീക്ഷിച്ച് അവിടുന്ന് രസിച്ചു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ രസകരമായ മറ്റൊരു സംഭവമുണ്ട്. റോമൻ രാജാവ് മുആവിയത്ത് ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സന്ദേശം അയച്ചു. ഇന്നൽ മുലൂക ഇൻദന തുറാസിലുൽ മുലൂക്, ഞങ്ങളുടെ രാജാക്കന്മാർ പരസ്പരം എഴുത്തുകുത്തുകൾ നടത്താറുണ്ട്. വയുനാഫിസു ബഅദുഹും ബിബഅദിൻ ബിഅജായിബി മാ ഫീ മമാലിഹിഹിം, തങ്ങളുടെ രാജ്യത്തെ സവിശേഷമായ എന്തെങ്കിലും ഒരു മേഖലയിൽ പരസ്പരം മത്സരങ്ങൾ നടത്താറുണ്ട്. താങ്കൾക്ക് ഞങ്ങളോട് മത്സരിക്കാൻ താല്പര്യമുണ്ടോ എന്നതായിരുന്നു റോമിലെ രാജാവ് മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ ഒരു മത്സരത്തിന് വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കത്തെഴുതുകയാണ്. മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ, അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന്റെ ഖലീഫയാണ്. അദ്ദേഹം അത് അംഗീകരിച്ചു. റോമൻ രാജാവ് മുആവിയത്ത് ബിൻ അബീ സുഫിയാന്റെ അടുത്തേക്ക് രണ്ട് മനുഷ്യനെ പറഞ്ഞയക്കുകയാണ്. ഫവജ്ജഹ ഇലൈഹി മലിക്കുർ റൂം റജുലൈനി മിൻ അജായിബിർ റിജാലി അഹദുഹുമാ തവീലും മുഫ്രിതും ഫിത്തുൽ, വലിയ നീളമുള്ള ഒരു മനുഷ്യൻ, ഇത്രയും നീളമുള്ള ഒരു മനുഷ്യൻ താങ്കളുടെ നാട്ടിലുണ്ടോ? രണ്ടാമത്തേത് തവീയുൻ ഗായത്തുൽ ഖുവ്വ, അതിശക്തനായ മല്ലനായ മനുഷ്യൻ, ഇദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ പറ്റുന്ന ഒരാൾ താങ്കളുടെ നാട്ടിലുണ്ടോ? റോമൻ രാജാവ് മുആവിയത്ത് ബിൻ അബൂ സുഫിയാന്റെ അടുക്കലേക്ക് രണ്ട് ഗടാഗടയന്മാരായ രണ്ട് മല്ലന്മാരെ അയച്ചുകൊണ്ട് മത്സരത്തിന് വെല്ലുവിളിക്കുകയാണ്. ഒരു വേട്ടമൃഗത്തെ പോലെയുണ്ട് ആ മനുഷ്യനെ കാണാൻ എന്നാണ് ചരിത്രകാരന്മാർ പറഞ്ഞത്. അങ്ങനെ രണ്ടാളുകളും മുആവിയത്ത് ബിൻ അബീ സുഫിയാന്റെ അടുത്ത് വരികയാണ്. അങ്ങനെ മത്സരം നടത്തുന്നതിന് വേണ്ടി ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടി. മുആവിയത്ത് ബിൻ അബൂ സുഫിയാൻ രണ്ടാളുകളെ കൊണ്ടുവന്നു. ഒന്നാമത്തേത് ഖൈസ് ബിൻ സഅദ് എന്ന മനുഷ്യനായിരുന്നു. രണ്ടാമത്തേത് മുഹമ്മദ് ബിനുൽ ഹനഫിയ എന്ന മനുഷ്യനായിരുന്നു. ഖൈസ് ബിൻ സഅദ്, അദ്ദേഹം വലിയൊരു മേൽവസ്ത്രം ധരിച്ചുകൊണ്ടായിരുന്നു വന്നത്. അദ്ദേഹത്തിന്റെ മേൽവസ്ത്രം ഊരിക്കൊടുത്തുകൊണ്ട് ആ മനുഷ്യന് കൊടുത്തു. നീളമുള്ള ആ മനുഷ്യന് തന്റെ മേൽവസ്ത്രം ഊരിക്കൊടുക്കുകയാണ്. താങ്കൾ ഇത് ധരിക്കുക. റോമിലെ ഏറ്റവും നീളമുള്ള മനുഷ്യൻ എന്ന പേരിൽ കൊണ്ടുവന്നതാണ്. ആ മനുഷ്യൻ ഖൈസ് ബിൻ സഅദിന്റെ മേൽവസ്ത്രം ധരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുട്ടിന്റെ അത്ര പോലും ആ വസ്ത്രം എത്തിയില്ല എന്ന് മാത്രമല്ല, ഇത് കണ്ട് അവിടെ കൂടിയിരുന്ന ആളുകളെല്ലാം പൊട്ടിച്ചിരിക്കുകയായിരുന്നു എന്ന് ചരിത്രം പറയുന്നുണ്ട്. അടുത്തത് മുഹമ്മദ് ബിൻ ഹനഫിയയുടെ ഊഴമായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ, സാക്ഷാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ ഹനഫിയ. അദ്ദേഹം മുഹമ്മദ് ബിൻ ഹനഫിയ പറഞ്ഞു, റൂമി ഇൻഷാഅ ഫൽയജ്ലിസ് വഅകൂനു അന ഖായിമ, അദ്ദേഹം ഇരിക്കട്ടെ, ഞാൻ നിൽക്കുകയും ചെയ്യാം. ഞാൻ അദ്ദേഹത്തിന് കൈ കൊടുക്കും, അദ്ദേഹത്തിന് എന്നെ പിടിച്ച് താഴെ ഇരുത്താം, അല്ലെങ്കിൽ അദ്ദേഹത്തെ പിടിച്ച് ഞാൻ എഴുന്നേൽപ്പിക്കുകയും ചെയ്യാം.
ആരാണോ ഇത് ചെയ്യുന്നത് അവരാണ് വിജയിക്കുക. ഇതായിരുന്നു മത്സരം. റോമക്കാരൻ ഇരിക്കാൻ തീരുമാനിച്ചു. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ മുഹമ്മദ് ബിൻ ഹനഫിയെ എഴുന്നേറ്റ് നിന്ന് ആ മനുഷ്യന് കൈകൊടുത്തു. ഒറ്റ വലിക്ക് തന്നെ ആ മല്ലനെ അദ്ദേഹം എഴുന്നേൽപ്പിച്ച് നിർത്തി എന്നാണ് ചരിത്രം പറയുന്നത്. ആ മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം മുഹമ്മദ് ബിൻ ഹനഫിയോട് പറഞ്ഞു, താങ്കൾ ഇരിക്കൂ, ഞാൻ എഴുന്നേൽപ്പിച്ചു തരാം. ഞാൻ നിന്നുകൊണ്ട് തിരിച്ചും അവർ തമ്മിൽ മത്സരം നടത്തി. പക്ഷേ മുഹമ്മദ് ബിൻ ഹനഫിയ അദ്ദേഹത്തെ പിടിച്ച് താഴെ ഇരുത്തുകയാണ് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സലമത്ത് ബിൻ അക്വയുടെ ചരിത്രം, കൈസ് ബിൻ സഅദിന്റെ ചരിത്രം, മുഹമ്മദ് ബിൻ ഹനഫിയുടെ ചരിത്രം മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രമാണ്. എല്ലാ മേഖലകളിലും, കായിക മേഖലകൾ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും മുസ്ലിം ഉമ്മത്ത് മുൻപന്തിയിൽ നിന്നിരുന്നു എന്ന് മാത്രമല്ല, അതിന് ഗതിവേഗം കൂട്ടുന്ന പ്രവാചക പ്രചോദനങ്ങൾ പോലും ആ പ്രചോദനങ്ങളാൽ ഊട്ടപ്പെട്ടവരായിരുന്നു മുസ്ലിം ഉമ്മത്തിന്റെ ചരിത്രമെന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, നമ്മുടെ ഫിഖ്ഹും നമ്മുടെ കർമ്മശാസ്ത്രവും പല രൂപത്തിലാണ്. മുസ്ലിമീങ്ങളെ ദുർബലരാക്കുന്ന രൂപത്തിലുള്ള ഒരു കർമ്മശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. ജീവനില്ലാത്ത മുസ്ലിമീങ്ങളെ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഒരു കർമ്മശാസ്ത്രം ഇന്ന് മുസ്ലിം സമൂഹത്തിന്റെ യാഥാസ്ഥികർക്കിടയിലുണ്ട്. ഒരു നല്ല മുസ്ലിമിനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? നല്ല മുത്തഖിയായ ഒരു മനുഷ്യനെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ആരാണ് നല്ല തഖ്വയുള്ള മുസ്ലിം എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? ഒരു മുത്തഖിയായ മനുഷ്യന്റെ രൂപം എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ് പറയുക? നമ്മുടെ മുമ്പിൽ ഒരു സങ്കല്പമുണ്ട്. നീന്തൽ അറിയാത്ത, ഡ്രൈവിംഗ് അറിയാത്ത, നടക്കാൻ അറിയാത്ത, വേഗത്തിൽ ഒന്ന് നടക്കാൻ അറിയാത്ത, കായിക മേഖലകളിൽ ഇടപെടാത്ത, എന്തിനു ശരിക്ക് തല ഉയർത്തി നോക്കുക പോലും ചെയ്യാത്ത ഒരു പാവം സാധു മനുഷ്യനെ ഏറ്റവും വലിയ മുത്തഖിയായി കരുതുന്ന കർമ്മശാസ്ത്രമാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിനുള്ളത്. എന്താണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ കൺസെപ്റ്റ്, നമസ്കാരത്തിൽ പോലും അത്രത്തോളം തലതാഴ്ത്തി നിൽക്കരുത് എന്നതാണ് ഇസ്ലാമിന്റെ കർമ്മശാസ്ത്രം പഠിപ്പിക്കുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നമസ്കാരത്തിൽ നിശ്ചലമായി ജീവനില്ലാതെ വല്ലാതെ പിരടി തലയ്ക്ക് കുനിച്ച് വല്ലാതെ മുത്തഖിയായി നമസ്കരിക്കുന്ന ഒരു മനുഷ്യനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല കണ്ടു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഹാദാ ഇർഫഅ റഅസക്, താങ്കൾ തല ഉയർത്തി നമസ്കരിക്കുക. ഫഇന്നൽ ഖുശൂഅ ഫിൽ ഖൽബി ലൈസൽ ഖുശൂഉ ഫിർ റിഖാബി. ഭയഭക്തി എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഭയഭക്തി എന്ന് പറയുന്നത് അത് ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാവേണ്ടതാണ്. ഫഇന്ന ലൈസൽ ഖുശൂഉ ഫിർ റിഖാബി, അത്രമാത്രം താഴ്ന്നു നിൽക്കേണ്ടതില്ല എന്ന് ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ തല ഉയർത്തിപ്പിടിച്ചു എന്നാണ് ചരിത്രം. ഈ ഉമ്മത്തിന്റെ കർമ്മശാസ്ത്രം ഇതിനെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ദുർബലപ്പെടുത്തുന്ന ഒരു കർമ്മശാസ്ത്രമല്ല നമുക്കുണ്ടാവേണ്ടുന്നത്. ഇവിടെയുള്ള ആളുകളെ, മുസ്ലിമീങ്ങളെ അബത്താലുകളാക്കി മാറ്റുന്ന, പോരാളികളാക്കി മാറ്റുന്ന, അബത്താലുകളല്ല വയറന്മാരാക്കി മാറ്റുന്ന കർമ്മശാസ്ത്രമല്ല യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത്. നല്ല കായിക ബലമുള്ള, കായിക ശേഷിയുള്ള, നല്ല അത്യധ്വാനം ചെയ്യുന്ന, കായിക രംഗങ്ങളിൽ ഇടപെടുന്ന ഒരു മുസ്ലിം എന്തുകൊണ്ട് സലമത്ത് ബിൻ അക്വഇനെ പോലെ ഉണ്ടാകുന്നതിനെ നമ്മുടെ കർമ്മശാസ്ത്രം അനുവദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നാം മനസ്സിലാക്കിയ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചുമുള്ള കൺസെപ്റ്റ് അത് മറ്റൊന്നാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഇസ്ലാം അത് ഖുവ്വത്തിന്റെ ഇസ്ലാമാണ്. അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഇസ്ലാം അത് ശക്തിയുടെ ഇസ്ലാമാണ്. അത് പവറുള്ള ഒരു മനുഷ്യനായിരിക്കണം യഥാർത്ഥത്തിൽ മുസ്ലിം എന്നതാണ് റസൂൽ പഠിപ്പിച്ചത്. ദൈന്യതയുടെയും ദൗർബത്യത്തിന്റെയും അടയാളം വെച്ചുകൊണ്ട് അവനാണ് യഥാർത്ഥ മുത്തഖി എന്ന് പറയലല്ല യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ നിലപാട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് സഹാബെ കിറാമുകൾ പറയുന്നത് വകാന നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖവിയ്യൽ ജിസ്മി, അല്ലാഹുവിന്റെ റസൂൽ അതിശക്തനായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിശക്തനായിരുന്നു. അന്ന് റുഖാന എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു മല്ലൻ, ഗുസ്തിക്കാരനായ റുഖാന, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഗുസ്തി മത്സരത്തിൽ ഏർപ്പെടുന്നുണ്ട്. റുഖാനയെ മലർത്തിയടിച്ചിരുന്നു റസൂൽ. അദ്ദേഹവുമായുള്ള ഗുസ്തി മത്സരത്തിൽ അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നമ്മുടെ കൺസെപ്റ്റ് എന്താണ്? ഒരു പച്ച ഷാള് പുതച്ച് കയ്യിലൊരു തസ്ബീഹ് മാലയും പിടിച്ച് തല കുനിഞ്ഞ് നടക്കുന്ന ദുർബലനായ ഒരു മനുഷ്യനല്ല പ്രവാചകൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അശദ്ദൻ നാസി ബഅസൻ,
അങ്ങേയറ്റത്തെ ശക്തനും കായബലമുള്ളവനുമായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ഗുസ്തിക്കാരനായ റുക്കാനയെ മലർത്തിയടിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് വിരിയില്ലാത്ത മൂക്ക് കയറില്ലാത്ത കുതിരപ്പുറത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എത്ര അരോഗദൃഢഗാത്രനായിരുന്നു. മുസ്ലിം ഉമ്മത്തിന്റെ നായകൻ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളും ഭിന്നമായിരുന്നില്ല. നമ്മളെപ്പോലെ ജീവനില്ലാത്ത കുടവയറുള്ള, ജീവനില്ലാത്ത അനങ്ങാത്ത ഇസ്ലാമിന്റെ സംവിധാനങ്ങളും പ്രതിനിധാനങ്ങളും ആയിരുന്നില്ല സഹാബാക്കൾ. അവരിൽ ഓട്ടക്കാരുണ്ടായിരുന്നു, അവരിൽ കുതിരയോട്ടക്കാരുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ പേരെടുത്തവിടുന്ന് പറയാറുണ്ടായിരുന്നു. കാന ഖൈറു ഫുർസാനിൻ അൽ-യൗം അബൂ ഖത്താദ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത്, ഇന്ന് നമുക്കിടയിലെ ഏറ്റവും നല്ല കുതിരപ്പടയാളി അബൂ ഖത്താദ റളിയല്ലാഹു തആല അൻഹുവാണ്. വഖൈറു റജ്ജാലത്തിനാ സലമത്ത് ബിനുൽ അഖ്വ. നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ഓട്ടക്കാരൻ, ഏറ്റവും നല്ല നടത്തക്കാരൻ അത് സലമത്ത് ബിനുൽ അഖ്വ റളിയല്ലാഹു തആല അൻഹുവാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുന്നു. എന്ന് മാത്രമല്ല, അങ്ങനെ കായബലമുള്ള മനുഷ്യരെ റസൂൽ ആദരിക്കുന്നു. അവർക്ക് റസൂൽ പ്രത്യേകമായി അസ്ത്രം നൽകുന്നു, തന്റെ കുതിരപ്പുറത്ത് അവരെ കൊണ്ടു നടക്കുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ഉമ്മത്തിന്റെ ക്വാളിഫിക്കേഷൻ, മുസ്ലിം ഉമ്മത്തിന്റെ യോഗ്യതകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിലെ ഒരു തലമുറ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷം അവരുടെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇബഅത്ത് ലനാ മലിക്കൻ നുഖാതിൽ ഫീ സബീലില്ലാഹ്. ഞങ്ങൾക്കൊരു രാജാവിനെ വേണം, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശപ്രകാരം അവരുടെ പ്രവാചകൻ അവരുടെ നേതാവിനെ പ്രഖ്യാപിക്കുന്നു. ഖുർആൻ അത് പറയുന്നുണ്ട്. വഖാല ലഹും നബിയ്യുഹും ഇന്നല്ലാഹ ഖദ് ബഅസ ലക്കും താലൂത മലിക. താലൂത്തിനെ നിങ്ങളുടെ രാജാവായി, നേതാവായി ഇതാ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. താലൂത്തിനെ രാജാവാക്കിയപ്പോൾ ആളുകൾ പ്രശ്നമുണ്ടാക്കി. നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ നേതാക്കന്മാരായി വരുന്ന ആളുകൾക്ക് എന്ത് ക്വാളിഫിക്കേഷനാണ് നമ്മളൊക്കെ സങ്കല്പിച്ചിരിക്കുന്നത്? അവർക്ക് സമ്പത്തുണ്ടാവണം, അവർക്ക് നല്ല തറവാടിത്തം ഉണ്ടാവണം. അത് പള്ളിയിലും, അത് പഞ്ചായത്തിലും, അത് സമൂഹത്തിലെ നേതൃത്വങ്ങളിലും ഒക്കെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന ക്വാളിറ്റി അവർക്ക് സമ്പത്തും തറവാടിത്തവും ഉള്ളവരായിരിക്കണം. ഇതേ പ്രശ്നം താലൂത്തിനെ നേതാവാക്കിയപ്പോൾ ആ സമൂഹത്തിലുണ്ടായി. അന്നാ യകൂനു ലഹുൽ മുൽക്കു അലൈന. അദ്ദേഹത്തിന് എങ്ങനെ ഞങ്ങളുടെ നേതാവാകാൻ കഴിയും? വനഹ്നു അഹഖു ബിൽ മുൽക്കി മിൻഹു വലം യുക്ത സഅതൻ മിനൽ മാൽ. അദ്ദേഹത്തെക്കാൾ നേതൃത്വത്തിന് യോഗ്യത ഞങ്ങൾക്കാണ് സമ്പത്തുള്ളത്. ആ പ്രവാചകൻ അതിനെ കൈകാര്യം ചെയ്ത വിധം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് 2 വാക്കുകളിലാണ്. ഖാല ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. സമ്പന്നത അല്ല നേതൃത്വത്തിന്റെ അടയാളം. ഒരു സമൂഹത്തെ നയിക്കാനുള്ള യോഗ്യത ഒരു മനുഷ്യന്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, കുറച്ച് ചില്ലി ക്യാഷ് ഉണ്ട് എന്നതല്ല അദ്ദേഹത്തിന് നേതൃത്വത്തിന്റെ അടയാളം. ഒരു മനുഷ്യൻ വലിയ തറവാട്ടിൽ പിറന്നു എന്നതല്ല. ഇന്നല്ലാഹ ഇസ്തഫാഹു അലൈക്കും. അള്ളാഹു അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിന്റെ മാനദണ്ഡത്തിലാണ് അള്ളാഹു തആല മനുഷ്യനെ നേതാവാക്കിയത്? വസാദഹു ബസ്തതൻ ഫിൽ ഇൽമി വൽ ജിസ്മി. അദ്ദേഹത്തിന് അറിവുണ്ട്, നല്ല കായശക്തിയുണ്ട്, ആരോഗ്യമുണ്ട്. അറിവും ആരോഗ്യവുമാണ് നേതൃത്വത്തിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം നമ്മുടെ പ്രബോധന മേഖലകളെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാം കാസറ്റുകളിലൂടെ, CD-കളിലൂടെ പരിചയപ്പെടുത്താനുള്ളതല്ല. ഇസ്ലാം പ്രഭാഷണങ്ങളിലൂടെ, യൂട്യൂബിലൂടെ പരിചയപ്പെടുത്താനുള്ളതല്ല. നേരെ മറിച്ച് അങ്ങാടികളിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിലൂടെയാണ്, യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ സംസ്കാരത്തിലൂടെയാണ്, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ലഭിക്കുന്ന എന്തെല്ലാം അവസരങ്ങളുണ്ടോ ആ അവസരങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യേണ്ടുന്നത്. അറിവും ആരോഗ്യവും നേതൃത്വത്തിന്റെ വലിയ യോഗ്യതകളാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചാളുകൾ സ്പോർട്സിന്റെ പിന്നാലെ നടന്നു എന്നതുകൊണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആളുകൾ സ്പോർട്സുമായി ബന്ധപ്പെട്ട് അവർ സമയം കളയുന്നു എന്നത് യഥാർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി കാണേണ്ടതല്ല എന്നതാണ് സഹാബാക്കളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ കായിക പാരമ്പര്യത്തെയും അതിൻ്റെ വിനോദങ്ങളെയും നാം എങ്ങനെ സമീപിക്കുന്നു എന്നത് വളരെ ഗുരുതരമായിട്ടുള്ള, ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. വളരെ സന്തുലിതമായി, വളരെ സമചിത്തതയോടുകൂടി
വിശുദ്ധ ദീനുൽ ഇസ്ലാം സ്പോർട്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് നാം എന്ത് സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്? ഊണിൽ അച്ചാറിന് നൽകുന്ന പരിഗണനയ്ക്കപ്പുറം പോയി അച്ചാറാണ് മുഖ്യം, ഊണ് ശാകാപരമാണ് എന്ന് വിചാരിക്കുന്നത് ഒട്ടും ശരിയല്ലാത്തതുപോലെ കലയും സ്പോർട്സുമെല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. അതിനെ വളരെ രചനാത്മകമായി സമീപിച്ചുകൊണ്ട് നമ്മുടെ ജീവിത വിജയത്തിന് സഹായകരമാക്കി നിർത്തുന്ന ഒരു സംവിധാനമാക്കി അതിനെ സഹാബാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്മാരും ഉപയോഗപ്പെടുത്തിയതുപോലെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ ലോകത്ത് ഫുട്ബോൾ അടക്കമുള്ള വലിയ കായിക ജ്വരങ്ങളുടെ കാലമാണ്. വലിയ ഫ്ലക്സ് ബോർഡ് വെച്ചിരിക്കുകയാണ്. നമ്മുടെ പള്ളിയുടെ മുമ്പിലൊക്കെ വലിയൊരു ഫ്ലക്സ് ബോർഡ് നമ്മൾ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ സ്പോർട്സ്മാൻ സ്പിരിറ്റിനെയൊക്കെ നമ്മൾ അംഗീകരിച്ചുകൊണ്ടും അതിനെയൊക്കെ നമ്മൾ അനുവദിച്ചു കൊടുത്തുകൊണ്ടും യഥാർത്ഥത്തിൽ വളരെ രചനാത്മകമായി അതിനോട് പെരുമാറാൻ മുതിർന്നവരും അതിനെ ഏറ്റവും മനോഹരമായി അടയാളപ്പെടുത്താൻ യുവാക്കളും സന്നദ്ധരാവണം എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം പുലർത്തേണ്ട സമീപനം. വിദ്യാർത്ഥി യുവജനങ്ങളുടെ വികാര വിചാരങ്ങളോട് വളരെ വിവേകപൂർവ്വം പ്രതികരിക്കാൻ കാരണവന്മാർക്ക് ബാധ്യതയുണ്ട്. കുട്ടി എന്തായാലും കുട്ടിയാണ്, അവനൊരു നബിയാണെങ്കിലും ശരി എന്ന അർത്ഥവാക്യം ഇത്തരം സന്ദർഭങ്ങൾ നാം ആലോചിക്കേണ്ടതുണ്ട്. പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ പാട്ടുപാടി സന്തോഷിച്ചപ്പോൾ അതിനെ വിലക്കാൻ വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തിരിപ്പിക്കുന്നുണ്ട്. സ്പോർട്സും കായികാഭ്യാസവും കുതിര സവാരിയും ഇസ്ലാമിന് അന്യമല്ല. ഒരുപക്ഷെ ഫുട്ബോൾ കായിക ശേഷി വളർത്താൻ ഒരു പരിധിവരെ സഹായകമായ കളിയാണ്. പക്ഷേ അധികമായാൽ, അതിൻ്റെ ഭ്രാന്ത് മൂത്താൽ അത് എന്താണെങ്കിലും അത് വിഷമായി മാറും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇളവുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക, കായിക വിനോദങ്ങൾ അനുവദനീയമാണ് എന്ന പഴുതുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹറാമുകളിലേക്ക് പോകാതിരിക്കാൻ, സമയം നഷ്ടപ്പെടുത്താതിരിക്കാൻ, ഉറക്കം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫർളുകളെ പാഴാക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. സ്പോർട്സിന്റെ യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് ഉൾക്കൊള്ളാം. പക്ഷെ വലിയ ഫ്ലെക്സുകളും സമ്പത്തുകൾ ചിലവഴിച്ചുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള ആചാരങ്ങൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിൽ നിന്ന് നാം വിട്ടുനിൽക്കേണ്ടതുണ്ട്. മറിച്ച് കായിക രംഗത്തിലൂടെ നാം നേടിയെടുക്കേണ്ടുന്ന യഥാർത്ഥ മർമ്മവും അതിൻ്റെ മൂല്യവും നേടിയെടുക്കാൻ നമ്മുടെ മക്കൾക്കാവുന്നത്ര പ്രോത്സാഹനം നൽകേണ്ട ബാധ്യത നമുക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെല്ലാം അർത്ഥത്തിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആരോഗ്യത്തെ അനുഗുണമാവുന്ന ഏതെല്ലാം നന്മകളുണ്ടോ അതിനെ സ്വായത്തമാക്കിയെടുക്കാൻ, ആ നന്മകളെയൊക്കെ ദീനിൻ്റെ വഴിയിൽ അള്ളാഹു തന്ന ആരോഗ്യവും ഇൽമും ദീനിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.